ഹലോ, ഇപ്പൊ നമ്മള് പോണത് എങ്ങടാടാ? അല്ലെ, ആ കുട്ടികൾക്കിടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. നിന്റെ പേര് പറഞ്ഞ നീ അപ്പൊ നിന്റെ പേര് ഞങ്ങക്ക് അറിയണ്ടേ? പണ്ടത്തെ വീഡിയോ തപ്പി പോവാൻ ഇപ്പൊ നേരമില്ലാത്തത് കൊണ്ട് ആ പേരൊന്നും അങ്ങ് പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു. റിയൽ നെയിം വട്ടപ്പേരുണ്ടാ? റിയൽ നെയിം ആണോന്ന് നീ ചോദിച്ചില്ലേ? അപ്പൊ വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് ചോദിക്കണം. അച്ചു ഉണ്ട്, പിന്നെ അർജുനുണ്ട്, അർജുൻ കൃഷ്ണ ഉണ്ട്, അർജുൻ കൃഷ്ണ എസ് ഉണ്ട്. ഒരാൾക്കുടെ പേരാണ് ഒരാൾക്കുടെ പേരാണ് കേൾക്കണ. പല പേരുകളുണ്ട് ഒരാൾക്ക്. നിങ്ങളൊക്കെ കേൾക്കാത്ത തരത്തിലുള്ള പേരുകളുണ്ട്. 5 പേരുള്ള വ്യക്തിയാണ് ഈ നിക്കണത്. പറയേ. അച്ചുകുട്ടൻ, പിന്നെ അർജുൻ കൃഷ്ണ എസ്, പിന്നെ കൃഷ്ണൻ എന്നെ വിളിക്കുന്ന അച്ഛനാ. അങ്ങനെ കൃഷ്ണന്ന് വിളിക്കണ ആരുടെ എനിക്ക് പേരൊക്കെ ഇട്ടത്? ആദ്യം എന്റെ പേരില്ലേ, ഇപ്പൊ സത്യം പറഞ്ഞ എന്റെ അർജുൻ കൃഷ്ണ അല്ല. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോണത്? ആദ്യം ഇട്ട് പേര് ഇതെന്റെ ചേച്ചി ഇട്ട് പേര്. ഇത് ചേച്ചി ഇട്ട പേര്. ആദ്യം അമ്മ ഇട്ട പേര് അമ്മേന്റെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. അല്ല, ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോണത്? നമ്മളൊന്ന് നടക്കാൻ. ഞാനും അമ്മേനെ നേരത്തെ ഇന്നിവിടെ ക്ലോസ് ആണ്ടാ ഗൈസ്. ഇന്ന് തിരുവോണ ദിവസം അന്നദാനപ്പുര കൂട്ടിയിട്ടിരിക്കുവാണ് വടക്കുന്നാഥൻ. അങ്ങനെ പൊളിഞ്ഞിരിക്കുന്നു ഗൈസ്. സൂവും പൊളിഞ്ഞു, അന്നദാനവും പൊളിഞ്ഞു ഗൈസ്. ഇതൊന്ന് പട്ടിണി കിടന്ന് തൂർന്നു. അമ്മ എന്തെങ്കിലും മേടിച്ചു തരുമോ? വിശപ്പിന്റെ അസുഖമുള്ളത് ഗോളിച്ചോട രാവിലെ എഴുന്നേറ്റ് കുടിച്ച ഗോളിച്ചോടയും ഈ ചായക്കുന്ന എന്ത് സെന്റർ ഫ്രഷ് കണ്ട വടക്കുന്നാഥ കണ്ട വടക്കുന്നാഥ ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപമാണ്. തിരുവോണ ദിവസം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ബൈ. ഹാപ്പി ഓണം. മൂന്നാളും പറയും. അവൾ വാശിയിൽ നിൽക്കണ്. അപ്പൊ അങ്ങനെ തിരുവമ്പാടി അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ വടക്കുന്നാഥനിൽ നിന്ന് തിരുവമ്പാടിയിലോട്ട് വന്നു. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കിട്ടി. അപ്പൊ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. ഇനി നേരെ പാർക്കിലോട്ട് പോവാണ്, തൃശ്ശൂർ പാർക്കിലോട്ട് പോവാനുണ്ടാവും. അപ്പൊ നമ്മുടെ ഡ്രൈവർക്ക് വഴി അറിയില്ല, ഒരു അന്തം അറിയില്ല, ഒരു കുന്തം അറിയില്ല. പക്ഷെ ഈ വഴി കൂടെയൊക്കെ പോവുകയും വേണം. ഒരു സ്ത്രീ അതിൻ്റെ ഇടയ്ക്ക് കുത്താമ്പുള്ളി ഇവിടെ നിന്ന് ഇനി കുറേ ദൂരം. മൊബൈല് അവിടെ കൊണ്ടുപോയി ഞാനായിട്ട് എന്ത് ചെയ്യുന്നറിയാം, അവരുടെ മൊബൈല് വണ്ടി വെച്ച് മറന്നു. ലേഡിയുടെ ഇതെന്താ സംഭവം എന്നറിയോ? ഞങ്ങളെ ഫുഡ് കഴിക്കാനായിട്ട് തിരുവമ്പാടിയിലോട്ട് കയറ്റി വിട്ടിട്ട് ഇവളൊരു ഓട്ടം പോയതല്ല, അവരൊന്ന് ബസ് സ്റ്റാൻഡിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോ അവരുടെ മൊബൈൽ ഈ വണ്ടിയിൽ വെച്ച് മറന്നുപോയി. ബാക്കി പറയും. ഞാൻ പിന്നെ KSRTC സ്റ്റാൻഡിൽ പോലീസ് ചെക്ക് പോസ്റ്റ് കൊണ്ടുപോയി. അവരപ്പോ അടുത്ത ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വന്നു. കാരണം നിങ്ങളെ വിളിക്കാൻ ഞാൻ വരുമെന്നറിയാലോ. അപ്പൊ അടുത്ത ഓട്ടോ വിളിച്ച് വന്നു. പകുതി വരെ എത്തിയപ്പോ ഓട്ടോക്കാരൻ പറഞ്ഞു പറഞ്ഞാൽ അവരുടെ നമ്പറിലേക്ക് ഓട്ടോക്കാരന്റെ നമ്പറിൽ നിന്ന് വിളിക്കാം. അങ്ങനെ വിളിച്ചപ്പോ പോലീസുകാരെടുത്തു. കിട്ടിയെന്നപ്പോ തന്നെ വിളിച്ച് താങ്ക്സ്. എനിക്കാ ധൈര്യം നീ ഉണ്ടേ അവൻ എന്നിട്ട് ഞാൻ തല്ലി തീറ്റിച്ചതാണ്. പാർക്കിൽ ഇവിടെ അല്ലേ വണ്ടി പാർക്ക് ഇവിടെ ചെയ്തോ? നമുക്ക് നടന്നു പോകാം പാർക്കിലോട്ട്. ഹിന്ദിക്കാരുടെ കൂടെ പോയി ഇച്ചിരി ഭക്ഷണം കഴിക്കട്ടെ.
പാർക്കിൽ ചിലപ്പോ അടയ്ക്കാനും വഴിയുണ്ട്. ഏയ് നീ ഇത് കരുനാക്ക് വളർത്തി ഞായറാഴ്ച അല്ലേ? ഇല്ല അടയ്ക്കത്തില്ല. പാർക്ക് ഇന്ന് തുറന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാ തുറക്കുക അല്ലേ? അതെ, നാളെ അല്ലേ തുറക്കും. ആ തണലത്ത് എങ്ങാനും ഉണ്ടാവും. നിങ്ങൾ കയറുമ്പോൾ ഭയങ്കര ചൂടായി. നിങ്ങൾക്കൊന്നും വിശപ്പില്ലേ? ഇതുങ്ങളൊക്കെ ഇവിടെ കുത്തിയിരിക്കുന്നു. ആൾക്കാർക്ക് ഏകദേശം പകുതിക്കാറാണ്. ഗൈസ്, അങ്ങനെ രണ്ടാമത്തെ വട്ടം നമ്മൾ വന്നിരിക്കും. ഇപ്പൊ വീണ്ടും നമ്മള് തിരുവമ്പാടിയുടെ അവിടെ നിന്ന് വീണ്ടും വടക്കുന്നാഥന്റെ റൗണ്ടിലോട്ട് വന്നിരിക്കുകയാണ്. തേക്കിൻകാട് മൈതാനത്താണ്. ഇനി ഇവിടെ നിന്ന് നേരെ നടന്നിട്ട് പാർക്കിൽ ഇതൊന്നും എടുത്തേക്കരുത്, ഞാൻ